നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ള എസ്സേയുമായിട്ടാണ്. ഈ എസ്സേ എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. നമുക്ക് ഈ എസ്സേയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും ഹെൽപ്പ് ചെയ്യുക. അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. Read and reflect. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics when the country was in dire need of such a leadership. So, നെഹ്റു ഈ ഒരു പെർട്ടിക്കുലർ എസ്സേയിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ ടൈംലി അറൈവലിനെ പറ്റിയിട്ടാണ്. അതായത് ആ സമയത്ത് ഗാന്ധിജിയുടെ ആവശ്യമുണ്ടായിരുന്നു ഇന്ത്യയിൽ. അപ്പം ആ കൃത്യമായിട്ടുള്ള ആ ഒരു അറൈവലിനെ പറ്റിയിട്ടാണ്, ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിജിയുടെ ആ കൃത്യമായിട്ടുള്ള ആ വരവിനെ പറ്റിയിട്ടാണ് അദ്ദേഹം ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. വെൻ ദ കൺട്രി വാസ് ഇൻ ദ ഡയർ നീഡ് ഓഫ് സച്ച് എ ലീഡർഷിപ്പ്, കൺട്രിക്ക് ഇങ്ങനൊരു ലീഡർഷിപ്പിൻ്റെ വലിയ ആവശ്യം ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണ് ഗാന്ധിജി കൃത്യസമയത്ത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ഗാന്ധിജി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്. ശരിക്കും ഗാന്ധിജി എന്ന് പറയുന്നത് എന്തുപോലെയാണ്, ഒരു ഒരു എന്താണ് ഒരു വെളിച്ചം പോലെയാണ്. ദാറ്റ് റിമൂവ്ഡ് ഡാർക്ക്നെസ്. പറയാറില്ലേ, എന്താണ് ഒരു വിളക്കിലെ ഒരു തിരി പോലെ, ആ വെളിച്ചം പോലെയാണ് ശരിക്കും. ഒരു തിരി ഇരുട്ടത്ത് പെട്ടെന്ന് നമ്മൾ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രഭ എങ്ങനെയാണോ അതുപോലെയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരികയും ഈ ഇന്ത്യ മുഴുവൻ നിലനിന്നിരുന്ന ആ ഡാർക്ക്നെസ്സിനെ പെട്ടെന്ന് ഇല്ലാതാക്കുകയും ചെയ്തത് അദ്ദേഹമായിരുന്നു എന്നാണ് നെഹ്റു പറയുന്നത്. ജവഹർലാൽ നെഹ്റു മേക്സ് എ റൈറ്റ് അസസ്മെൻറ്റ് ഓഫ് ഗാന്ധിജി ഇൻ ഹിസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. അപ്പം നെഹ്റു ഗാന്ധിജിയുടെ ഈ അറൈവലിനെ പറ്റിയിട്ടും ഗാന്ധിജിയെ പറ്റിയിട്ടുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കായ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയുന്നുണ്ട്. നൗ റീഡ് ദ എക്സെപ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്ട്രാക്റ്റ് വായിച്ച് നോക്കാം. ഈ ഒരു ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആക്ച്വലി ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാണ്. കാരണം നിങ്ങൾക്കറിയാം ഇതൊരു എസ്സേ ആണ്, സ്റ്റോറിയോ പോയമോ ഒന്നുമല്ല. സ്റ്റോറിയോ പോയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം, ഒരു കഥ പോലെ നിങ്ങളുടെ മനസ്സിലിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതൊരു എസ്സേ ആണ്. അതുമാത്രമല്ല ഈ എസ്സേ ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. നമ്മളിതിലെ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് പറഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല നിങ്ങൾ കുറച്ച് സമയം എടുത്തിരുന്നത് കാണണം, പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും, നന്നായിട്ട് പ്രയോജനപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷമിച്ചിരുന്ന് കാണുക കേട്ടോ. കഥ പോലെ ആക്കി പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളത് കേട്ടു നോക്കുക. ആൻഡ് ദെൻ ഗാന്ധി കെയിം. സോ ഗാന്ധിജി വരുന്നതിന് മുൻപ് ഇന്ത്യ എന്തായിരുന്നു അതിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് പാരഗ്രാഫിലൂടെ നെഹ്റു നമ്മളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 1857 റിവോൾട്ടാണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അതിനു മുൻപും റിവോൾട്ടുകൾ ഉണ്ടായിരുന്നു, പൈക്ക റെവലിയൻ പോലുള്ള റിവോൾട്ടുകൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആൾക്കാരെ അറിയപ്പെട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ ആൾക്കാരൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് തുടങ്ങിയത് 1857 റിവോൾട്ടിന് ശേഷമാണ്. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു. അത് കഴിഞ്ഞ് ആൾക്കാർ ഓർഗനൈസ്ഡ് ആയിട്ട് കുറച്ചുകൂടി ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടിയിട്ട് ആൾക്കാർ ഓർഗനൈസ്ഡ് ആയിട്ട് നിന്നു. എന്നിട്ടും ജനങ്ങൾക്ക് ഫ്രീഡം കിട്ടിയില്ല, ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല. ആ സമയത്തൊന്നും ഗാന്ധിജി ശരിക്കും ഈ ഒരു സിനാരിയോയിലേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പഠനത്തിനായിട്ട്, നിയമം പഠിക്കാനായിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. പിന്നീട് 1888 ആയപ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ ഇംഗ്ലണ്ടിൽ പോയി. പിന്നെ 1891 ആയപ്പോഴത്തേക്കും അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. പിന്നീട് അദ്ദേഹം വീണ്ടും തിരിച്ച് ഒരു കേസ് വാദിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ പോയി. അവിടെ വെച്ചിട്ടാണ് ആ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുന്ന ഇൻസിഡൻറ്റും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ശരിക്കും ഇന്ത്യയുടെ ആ ഒരു ഫ്രീഡം സ്ട്രഗിൾ ആ ഒരു സമയത്തേക്ക് വരുന്നത് 1901 കൂടിയാണ്. 1901 കൂടിയാണ് അദ്ദേഹം ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും പിന്നീട് ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വരികയും ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം സീരീസ് ഓഫ് കുറേ സത്യാഗ്രഹങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹം, ഗേദ സത്യാഗ്രഹം, അതുപോലെ റൗലറ്റ് ആക്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിലും സോഷ്യൽ സയൻസിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും ഗാന്ധിജി വരുന്നതിന് മുൻപ് ഇന്ത്യ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വേൾഡ് വാർ ഫസ്റ്റ് എൻഡഡ് അറ്റ് ലാസ്റ്റ്
and the peace instead of bringing us relief and progress brought us repressive legislation and martial law in the Punjab. So World War First ended at last. അങ്ങനെ വേൾഡ് വാർ ഫസ്റ്റ് എൻഡ് ചെയ്തു. ആൻഡ് ദ പീസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് എസ് റിലീഫ് ആൻഡ് പ്രോഗ്രസ്, നമുക്ക് സമാധാനവും റിലീഫും പ്രോഗ്രസ്സും ഒക്കെ തരുന്നതിന് പകരം എന്താണ് തന്നതെന്ന് അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെയും, അതുപോലെ തന്നെ മാർഷ്യൽ ലോ എന്ന് വെച്ചാൽ മിലിറ്ററി ഗവൺമെൻറ്റാണ്. പഞ്ചാബിൽ മിലിറ്ററി ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടായി. എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് എ പാഷനേറ്റ് ആങ്കർ ഫിൽഡ് അവർ പീപ്പിൾ. ജനങ്ങളിൽ ഒരു വല്ലാത്ത ഒറ്റപ്പെടലും ഒരു നാണക്കേടും അതുപോലുള്ളൊരവസ്ഥ. അതുപോലെ അവർക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അവരുടെ ദേഷ്യമെല്ലാം അവർ മനസ്സിൽ കടിച്ചമർത്തി ഇരിക്കേണ്ട ഒരവസ്ഥ. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. വി ഹാഡ് ബിക്കം എ ഡെറിലിക്റ്റ് നേഷൻ. സോ നമ്മൾ എങ്ങനെയുള്ളൊരു നേഷനായി എന്ന് പറയുന്നു? ഡെറിലിക്റ്റ് നേഷൻ, അതായത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ആരാലും നമുക്കൊരു നന്മ വരുന്നതായിട്ട് ആരും പ്രവർത്തിക്കുന്നില്ല. സോ അങ്ങനത്തെ വല്ലാത്തൊരു പുവർ കണ്ടീഷനിലേക്ക് നമ്മുടെ രാജ്യം മാറി. യെറ്റ് വാട്ട് കുഡ് വി ഡു? ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്? എങ്ങനെ നമുക്ക് ഈ പ്രോസസ്സ്, വിഷ്യസ് മീൻസ് ക്രൂവൽ, എങ്ങനെ നമുക്ക് ഈ ക്രൂവലായിട്ടുള്ള ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാം? We seemed to be helpless in the grip of some all-powerful monster. Our limbs were paralyzed, our minds deadened. അങ്ങനെ നമ്മൾ ആരുടെ ഗ്രിപ്പിൽ അകപ്പെട്ടു എന്നാണ് പറയുന്നത്? ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു മോൺസ്റ്ററിൻ്റെ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആ മുഷ്ടിക്കുള്ളിൽ നമ്മൾ അകപ്പെട്ടു. അവർ ലിംസ് വെർ പാരലൈസ്ഡ്, നമുക്ക് ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. പാരലൈസ്ഡ് മീൻസ് തളർന്നു പോവുക, കൈകാലുകൾ തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറി. കാരണം നമുക്ക് ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് വരുമ്പോഴേക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് അടിച്ചമർത്തിയിരിക്കും. ആൻഡ് അവർ മൈൻഡ്സ് ഡെഡൻഡ്, ഇനി എന്ത് ചെയ്യും എന്ന്, ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യൻ ജനതയുടെ മനസ്സ് മരവിച്ചു കഴിഞ്ഞിരുന്നു. Large number of people cut off from the land and incapable of any kind of manual or technical work joined the swelling army of the unemployed. Helpless, hopeless, sank ever deeper into the morass. So large numbers of people, ഒരുപാട് ജനങ്ങൾ, cut off from the land and incapable of any kind of manual or technical work. അവർക്ക് സ്വന്തം കൃഷിഭൂമിയിൽ പോലും കൃഷി ചെയ്ത് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടോ മാനുവലായിട്ടോ ഉള്ള ജോലികൾ ചെയ്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അൺഎംപ്ലോയിഡ്, അതായത് അവർ അൺഎംപ്ലോയിഡായി, തൊഴിലില്ലായ്മ കൂടി വന്നു. ജോയിൻ ദ സ്വെല്ലിംഗ് ആർമി ഓഫ് അൺഎംപ്ലോയിഡ് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് കൃഷി ചെയ്തോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒന്നും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. ജോലി ഇല്ലാത്തവരുടെ ഒരു കൂട്ടമായി ജനങ്ങൾ മാറി, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവരുടെ കൂട്ടത്തിലേക്ക് വീണ്ടും ജനങ്ങൾ വരാൻ തുടങ്ങി. കാരണം ആർക്കും ജോലി ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹെൽപ്ലെസ്, നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ഹോപ്പ്ലെസ്, പ്രതീക്ഷയില്ലാത്തവരായി മാറി. സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദ മൊറാസ്. മൊറാസ് മീൻസ് കോംപ്ലിക്കേറ്റഡ്. ആൾക്കാർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മാറി. They did not know where to look, for neither the old nor the new offered them any hope. They did not know where to look. എങ്ങോട്ട് നോക്കണമെന്ന് അവർക്കറിയില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. For neither the old nor the new, പഴയ ആൾക്കാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്കായിക്കോട്ടെ, ഓഫേർഡ് ദം എനി ഹോപ്പ്, അവർക്കൊരു പ്രതീക്ഷ നൽകുവാനായിട്ട് സാധിച്ചില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടിയിരുന്നു. ബ്രിട്ടീഷ് ജനത അവരെ അടിച്ചമർത്താനായിട്ടാണ് ശ്രമിച്ചത്. അവർക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്നില്ല. സ്വന്തം കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. തൊഴിലില്ലായ്മയുടെ ഒരു കൂട്ടമായിട്ട് ഇന്ത്യൻ ജനത മാറി. എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരു പ്രതീക്ഷയില്ലാതെ, കൈകാലുകൾ മരവിച്ച് അല്ലെങ്കിൽ മനസ്സ് മരവിച്ച് അവരങ്ങനെ ജീവിച്ചു വരുമായിരുന്നു. വാട്ട് കുഡ് വി ഡു? ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് ക്വാക്മയർ ഓഫ് പ്രൊവേർട്ടി ആൻഡ് ഡിഫീറ്റിസം? സോ ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഇന്ത്യയെ ദാരിദ്ര്യത്തിൽ നിന്നും, പ്രോവർട്ടി മീൻസ് ദാരിദ്ര്യത്തിൽ നിന്നും, അതുപോലെ ഡിഫീറ്റിസം മീൻസ് തോൽവിയിൽ നിന്നും, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും എങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ കരകയറ്റും? നോർ ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് agony and suspense, but for long generations our people had offered their blood and toil, tears and sweat, and this process had eaten its way deep into the body and soul of India, poisoning every aspect of our life. So
നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ആഗ്നി ആൻഡ് സസ്പെൻസ്. കുറച്ച് സമയത്തേക്ക് മാത്രം ആൾക്കാർ സഫർ ചെയ്താൽ മതി എന്നായിരുന്നില്ല. അവരുടെ വിയർപ്പും അവരുടെ രക്തവും അവരുടെ കഠിനാധ്വാനവും അവരുടെ കണ്ണുനീരുമെല്ലാം ഒരുപാട് നാൾ നീണ്ടു നിന്നു. കാരണം ഇത് ഇന്ന് തീരും നാളെ തീരുമെന്ന് വിചാരിച്ചു. ഈ ഒരു ഭരണം ഇന്ന് അവസാനിക്കും, നാളെ അവരുടെ കഷ്ടപ്പാട് മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് മാറിയില്ല. ഈ ഭരണം കുറേ നാൾ ഇങ്ങനെ തുടർന്ന് തന്നെ വന്നു. ആൻഡ് ദിസ് പ്രോസസ് ഹാഡ് ഈറ്റൺ ഇറ്റ്സ് വേ ഡീപ്പ് ഇൻ ടു ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ. അതുമാത്രമല്ല, ഈ ബ്രിട്ടീഷ് ഭരണം എന്നുള്ളത് ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിലും ശരീരത്തിലും വളരെയധികം ആഴ്ന്നിറങ്ങി അവരുടെ ജീവിതത്തിൻ്റെ ഓരോ കണികയും വിഷമയമാക്കിക്കൊണ്ടേയിരുന്നു. കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ളൊരു അവസരം ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തില്ല. അവർ ഇന്ത്യയുടെ ജനതയ്ക്ക് ഒരു തരത്തിലുള്ള പ്രോഗ്രസ്സും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം ഇത്രയുമാണ് ഗാന്ധിജി വരുന്നതിന് തൊട്ട് മുൻപുള്ള ഇന്ത്യയുടെ അവസ്ഥ. ഓർത്ത് നോക്കുക, ഇന്ത്യൻ ജനതയ്ക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്നില്ല. വെറും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. വിയർപ്പും കണ്ണുനീരും അതുപോലെ രക്തവും കഠിനാധ്വാനവും ഒക്കെ ചെയ്തു അവരെങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്ന് പോയില്ല. അങ്ങനെ ഇന്ത്യൻ ജനതയുടെ ഓരോ ആസ്പെക്റ്റിലും ഓരോ രീതിയിലും ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അവർ ശരിക്കും പോയിസൺഡ് ആക്കിക്കൊണ്ടേയിരുന്നു ഇന്ത്യൻ ജനതയെന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ഗാന്ധി കെയിം. അതിനുശേഷമാണ് ഗാന്ധിജി വന്നത്. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths, like a beam of light that pierced the darkness and removed the scales from our eyes. അതിനുശേഷം ഗാന്ധിജി വന്നു. അതൊരു പവർഫുൾ കറണ്ട് പോലെയായിരുന്നു. ഓഫ് ഫ്രഷ് എയർ, അതായത് ശുദ്ധമായ വായു. കുറേ നാൾ പൊല്യൂഷനിലിരുന്ന് പെട്ടെന്ന് ശുദ്ധമായ വായു വരുന്നത് എങ്ങനെയാണോ അതുപോലെയായിരുന്നു ഓരോ ജനതയിലേക്കും ഗാന്ധിജി എന്നുള്ള ആ ഒരു വ്യക്തിത്വം വന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത്. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ്. എങ്ങനെയാണ് ഒരു ബീം ഓഫ് ലൈറ്റ്, ഇരുട്ടിനെ കീറി മുറിക്കുന്ന ഒരു ബീം ഓഫ് ലൈറ്റ്, അതായത് നിറയെ ഇരുട്ടുള്ള മുറിയിലേക്ക് പെട്ടെന്ന് ഒരു ചെറിയ വെളിച്ചം വരുമ്പോൾ ഉള്ള ആ ഒരു പ്രകാശം പോലെയായിരുന്നു ഗാന്ധിജി. ആൻഡ് റിമൂവ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്. അതായത് കണ്ണുകളിലെ മറ നീക്കിക്കൊണ്ട് ആര് കടന്നു വന്നു? ഇരുട്ടിൻ്റെ ആ മറ നീക്കിക്കൊണ്ട് ഗാന്ധിജി എന്നുള്ള വെളിച്ചം ഇന്ത്യൻ ജനതയിലേക്ക് കടന്നു വന്നു. ലൈക്ക് എ വേൾ വിൻഡ് ദാറ്റ് അപ്സെറ്റ്സ് മെനി തിങ്. ഒരു ചുഴലിക്കാറ്റ് പോലെ, പെട്ടെന്ന് വന്നൊരു കാറ്റ് പോലെ, പലതിനെ അസ്വസ്ഥമാക്കുന്ന പെട്ടെന്ന് വന്നൊരു കാറ്റ് പോലെ. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ വോക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്സ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഇടം നേടിക്കൊണ്ട് അദ്ദേഹം കടന്നു വന്നു. ഹീ ഡിഡ് നോട്ട് ഡിസെൻഡ് ഫ്രം ദ ടോപ്പ്, ഹീ സീംഡ് ടു എമേർജ്ഡ് ഫ്രം ദ മില്യൺസ് ഓഫ് ഇന്ത്യ സ്പീക്കിംഗ് ദർ ലാംഗ്വേജ്. സോ അദ്ദേഹം ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് വന്നത്. അല്ലാതെ ഒരിക്കലും അദ്ദേഹം ഒരു ടോപ്പിൽ ജീവിച്ചിരുന്നൊരു വ്യക്തി ആയിരുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നു. സാധാരണക്കാരൻ്റെ ഭാഷ സംസാരിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ ഇടയിൽ നിന്നാണ് അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിലേക്ക് ഉയർന്ന് വന്നത്. Get off the backs of these peasants and workers, he told us. All of you who live by their exploitation, get rid of the system that produces this poverty and misery. സോ അദ്ദേഹം വന്നിട്ട് എന്താണ് നമ്മളോട് പറഞ്ഞത്? ഗെറ്റ് ഓഫ് ദ ബാക്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്, ഓൾ ഓഫ് യു ഹു ലിവ് ബൈ ദെയർ എക്സ്പ്ലോയിറ്റേഷൻ. എന്ത് ചെയ്യുക? നിങ്ങൾ ഇനി അവരുടെ അടിമയെ ജീവിക്കേണ്ട ആവശ്യമില്ല, അവരുടെ എക്സ്പ്ലോയിറ്റേഷനിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. ഗെറ്റ് റിഡ് ഓഫ് ദ സിസ്റ്റം ദറ്റ് പ്രൊഡ്യൂസസ് ദിസ് പോവർട്ടി ആൻഡ് മിസറി. ഈ ദുഃഖവും ഈ ദാരിദ്ര്യവും തരുന്ന ഈ സിസ്റ്റം നിങ്ങൾ ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അടിമയായി ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ദാരിദ്ര്യവും വിഷമവും തരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൊളിറ്റിക്കൽ ഫ്രീഡം ടുക്ക് എ ന്യൂ ഷേപ്പ് ദെൻ ആൻഡ് അക്വയർഡ് എ ന്യൂ കോണ്ടന്റ്. അപ്പോൾ ശരിക്കും പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നു, പുതിയൊരു ഷേപ്പിലേക്ക് മാറി. അത്രയും നാളുണ്ടായിരുന്ന ആ എക്സിസ്റ്റിംഗ് ഷേപ്പിൽ നിന്ന് പൊളിറ്റിക്കൽ സിസ്റ്റം പുതിയൊരു ഷേപ്പിലേക്ക് മാറി. ആൻഡ് അക്വയർഡ് എ ന്യൂ കോണ്ടന്റ്. മച്ച് ദാറ്റ് ഹി സെഡ് വി ഓൺലി പാർഷ്യലി accepted or sometimes did not accept at all. But all this was secondary. The essence of his teaching was fearless and truth, and action allied to these, always keeping the welfare of the masses in view. Get off the backs of these peasants and workers, he told us, all of you who live by their exploitation. Get rid of the system that produces this poverty and misery.
സോ ഗാന്ധിജി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രീതികൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെത്തേഡും ടീച്ചിങ്ങും എങ്ങനെയായിരുന്നു എന്നാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. ഗെറ്റ് ഓഫ് മീൻസ് ഒരു ഫ്രേസൽ വേർബാണ്. ഗെറ്റ് ഓഫ് എന്ന് വെച്ചാൽ വെറുതെ വിടുക അല്ലെങ്കിൽ താഴെ ഇറങ്ങുക, അങ്ങനെ ഒരു മീനിങ് ആണ്. അപ്പോൾ ഗെറ്റ് ഓഫ് ദ ബാക്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്, അതായത് ഈ പെസൻസിനെ ഭരിക്കുന്നതിന് പകരം നിങ്ങൾ ആ പെസൻസിനെ അവോയ്ഡ് ചെയ്യൂ, അല്ലെങ്കിൽ പെസൻസിനെ വെറുതെ വിടൂ എന്ന് അദ്ദേഹം പറയുന്നു. ഹി ടോൾഡ് അസ് all of you who live by their exploitation, get rid of the system that produces this poverty and misery. അപ്പോൾ അദ്ദേഹം ജനങ്ങളോട് എന്ത് പറഞ്ഞു? all of you who live by their exploitation, അവരുടെ എക്സ്പ്ലോയിറ്റേഷനിൽ, അവരുടെ ചൂഷണത്തിൽ ജീവിക്കാതെ get rid of the system, ആ സിസ്റ്റം നിങ്ങൾ തന്നെ അവസാനിപ്പിക്കുക. നിങ്ങളെ ആരും ചൂഷണം ചെയ്യാൻ നിങ്ങൾ അവസരം കൊടുക്കരുത്. നിങ്ങൾക്ക് പ്രോവർട്ടിയും മിസറിയും, അതായത് ദാരിദ്ര്യവും വിഷമങ്ങളും ദുരിതവും തരുന്ന ഈ ഒരു ഭരണം നിങ്ങൾ തന്നെ വേണം നിർത്താൻ, അല്ലെങ്കിൽ ഈ ചൂഷണം നിങ്ങൾ തന്നെ വേണം നിർത്താൻ. Political freedom took a new shape and acquired a new content. അതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മറ്റൊരു രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറുമായിരുന്നു. അതുവരെ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലും വിജയിക്കാതിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആ നില തന്നെ മാറുമായിരുന്നു. Much that he said we only partially accepted or sometimes did not accept at all. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ചിലപ്പോൾ പല ആൾക്കാരും അത് പകുതിയെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, ചിലർ ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം അക്സെപ്റ്റ് ചെയ്യാൻ ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചില ആൾക്കാർ കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബട്ട് ഓൾ ദിസ് വാസ് സെക്കൻഡറി. പക്ഷേ ഇതൊന്നും അദ്ദേഹം ചിന്തിച്ചതുമില്ല, ഇതൊന്നും വലിയ കാര്യവും ഉണ്ടായിരുന്നില്ല. The essence of his teaching was fearlessness and truth and action allied to this, always keeping the welfare of the masses in view. സോ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങിൻ്റെ എസൻസ് എന്തായിരുന്നു എന്നാണ് പറയുന്നത്? ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്, അതായത് സത്യസന്ധവും അല്ലെങ്കിൽ സത്യവും അതുപോലെ തന്നെ ഭയമില്ലായ്മയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. അത് അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ടീച്ചിങ് നടത്തിയത്? മാസസിന് വേണ്ടിയിട്ടാണ്, ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഒരു കൂട്ടം ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ ഒരു ടീച്ചിങ് നടത്തിയത്. അദ്ദേഹം എല്ലാവരോടും പറഞ്ഞത് എന്താണ്? നിങ്ങൾ പേടിയില്ലാതെയും സത്യസന്ധമായും ജീവിച്ചാൽ നിങ്ങളെ ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് അദ്ദേഹം ആൾക്കാരിലേക്ക് പകർന്നു നൽകിയത്. The greatest gift for an individual or a nation, so we had been told in our ancient books, was abhaya. Not merely bodily courage, but the absence of fear from the mind. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്തായിരുന്നു? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് അഭയ ആയിരുന്നു. അഭയ മീൻസ് ഫിയർലെസ്നെസ്, ഭയമില്ലായ്മ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നോട്ട് മിയർലി ബോഡ്ലി കറേജ് ബട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. അതായത് നമ്മുടെ ഒരാൾക്ക് പേടിയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ഒരാളുടെ ഫിസിക്കലി ഉള്ള ഒരു കാര്യം കൊണ്ടല്ല, അല്ലെങ്കിൽ ഫിസിക്കൽ കറേജ് അല്ല, പകരം മെൻ്റൽ കറേജാണ്. അതായത് ഒരാളുടെ ശരീരം കണ്ടിട്ട്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യം അനുസരിച്ചിട്ടല്ല പേടിയില്ലായ്മ എന്നൊരു കാര്യം വരേണ്ടത്. അതായത് ആരോഗ്യമുള്ളൊരു മനുഷ്യന് ആരെയും പേടിക്കേണ്ട, അങ്ങനെ ഒരു ചിന്തയല്ല. പകരം പേടിയില്ലായ്മ വരേണ്ടത് എവിടെയാണ്? മനസ്സിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിനെ സ്ട്രോങ് ആക്കി നിർത്തുകയാണ് വേണ്ടത്, അവിടെ ബോഡിക്കൊരു പ്രാധാന്യവുമില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിനാണ് ആ ഒരു കറേജ് കൊടുക്കേണ്ടത്. The dominant impulse in India under British rule was that of fear. Pervasive, oppressing, strangling fear of the army, fear of the police, the widespread secret service, fear of the official class, fear of laws meant to suppress and of prison, fear of the landlord's agent, fear of the moneylender, fear of unemployment and starvation, which were always on the threshold. അപ്പോൾ ശരിക്കും ഇന്ത്യൻ ജനതയുടെ ഭയം, അല്ലെങ്കിൽ ദ ഡോമിനൻ്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണം കൊണ്ട് ബ്രിട്ടീഷ് ശരിക്കും അവരുടെ ഭരണം നിലനിർത്തിക്കൊണ്ട് വന്നത് ഈ പേടി കൊണ്ടാണ്. അതായത് ജനങ്ങൾക്ക് ബ്രിട്ടീഷിനെ പേടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതായിരുന്നു ശരിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് ജനങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. ആ പേടി എന്നുള്ള ഇന്ത്യൻ ജനതയുടെ വികാരത്തെയായിരുന്നു ശരിക്കും അവർ മുതലാക്കിയതെന്ന് പറയാം. ഇന്ത്യൻ ജനതയ്ക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ പേടിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പേടിയെന്നാണ് പിന്നെ പറയുന്നത്. ഫിയർ ഓഫ് ദ ഒഫീഷ്യൽ ക്ലാസ്, ഫിയർ ഓഫ് ആർമി, ദ പോലീസ്, വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്, ഫിയർ ഓഫ് ഒഫീഷ്യൽ ക്ലാസ്, ഫിയർ ഓഫ് ലോസ്. അപ്പം നിയമങ്ങളെ പേടിയായിരുന്നു, പോലീസിനെ പേടിയായിരുന്നു, ആർമിയെ പേടിയായിരുന്നു. അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സ് എന്ന് വെച്ചാൽ ജന്മികളുടെ ഏജൻറ്റുകളെ പേടിയായിരുന്നു.
മണി ലെൻഡേഴ്സിനെ, കടം കൊടുക്കുന്ന ആൾക്കാരെ പേടിയായിരുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് പേടിയായിരുന്നു, സ്റ്റാവേഷൻ, പട്ടിണി പേടിയായിരുന്നു, അങ്ങനെ എല്ലാം ഇന്ത്യൻ ജനതയ്ക്ക് പേടിയായിരുന്നു. ഈ പേടി തന്നെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് മുതലെടുത്തത്. It was against all this pervading fear that Gandhiji's quiet and determined voice was raised. അപ്പോൾ ഈ പേടിക്കെതിരെയായിരുന്നു ഗാന്ധിജിയുടെ ആ ക്വയറ്റായിട്ടുള്ള, ഗാന്ധിജിയുടെ എന്താണ്, ഒരു വയലൻസിലൂടെ ഒന്നും അല്ല അദ്ദേഹം ശരിക്കും ജനങ്ങളെ ടീച്ച് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വോയിസിലൂടെയാണ് ജനങ്ങളെ ടീച്ച് ചെയ്തത്. ബി നോട്ട് അഫ്രൈഡ്, വാസ് ഇറ്റ് സോ സിമ്പിൾ അസ് ഓൾ ദാറ്റ്, നോട്ട് ക്വയറ്റ്, ആൻഡ് യെറ്റ് ഫിയർ ബിൽഡ്സ് ഇറ്റ്സ് ഫാൻഡം വിച്ച് ആർ മോർ ഫിയർസം ദാൻ റിയാലിറ്റി ഇറ്റ് സെൽഫ് ആൻഡ് റിയാലിറ്റി. When calmly analyzed and its consequences willingly accept, loses much of its terror. That is, and yet fear builds its phantom. ഫാൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സൂപ്പർ നാച്ചുറൽ എലമെൻ്റ്, ഏതെങ്കിലും ഒരു ഭൂതം എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പം ശരിക്കും പേടി എന്തിനെ ബിൽഡ് ചെയ്യുന്നു എന്ന് പറയുന്നു? ഇറ്റ്സ് ഫാൻറ്റം വിച്ച് ആർ മോർ ഫിയേഴ്സം ദാൻ ദ റിയാലിറ്റി ഇറ്റ് സെൽഫ്. നമ്മുടെ ഉള്ളിലൊരു കാര്യത്തിനോട് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ പേടിക്കുന്ന കാര്യത്തെക്കാളും വലുതായിരിക്കും നമ്മളുടെ ചിന്തകൾ, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. നമുക്കൊരു കാര്യത്തെ പേടിയുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ പേടി വർദ്ധിക്കുകയേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റിയാലിറ്റിയെക്കാളും കൂടുതലായിരിക്കും ആ പേടിയെന്നാണ് ഗാന്ധിജി പറയുന്നത്. വെൻ കാംലി അനലൈസ്ഡ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് വില്ലിംഗ്ലി ആക്സെപ്റ്റ് ലൂസസ് മച്ച് ഓഫ് ഇസ് ടെറർ. അപ്പം പേടിയെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഉൾക്കൊള്ളണം. യാഥാർത്ഥ്യമാണിത്, അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ പേടി ഇല്ലാതെയാവും. അതാണ് ഇദ്ദേഹം പറയുന്നത്. പേടി എന്നുള്ളതിനെ പറ്റിയിട്ട്, ഒരു കാര്യത്തെ പേടിയാണെങ്കിൽ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പേടി കൂടുകയുള്ളൂ. അതേസമയം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് എന്തായാലും ഉണ്ടാവും, എന്തായാലും വരും, ഇതാണ് റിയാലിറ്റി എന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേടി കുറയുക തന്നെ ചെയ്യും. സോ സഡൻലി as it were, the black pall of fear was lifted from the people's shoulders, not wholly of course, but to an amazing degree. If fear is close companion to falsehood, so truth follows fearlessness. Indian people did not become much more truthful than they were, nor did they change their essential nature overnight. Nevertheless, a sea change was visible as the need for falsehood and furtive behavior lessened. So, ഈ പാരഗ്രാഫിലൂടെ പറയുന്നത് എങ്ങനെയാണ് ഗാന്ധിജി ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിലനിന്നിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോടുള്ള പേടി മാറ്റിയതെന്നാണ്. ഈ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സഡൻലി ആസ് ഇറ്റ് വെയർ ദാറ്റ് ബ്ലാക്ക് പാൽ ഓഫ് ഫിയർ. എങ്ങനെയാണ് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് ആ പേടി മാറ്റാനായിട്ട് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം പതുക്കെ ആ പേടിയുടെ ആ കറുത്ത മറ അദ്ദേഹം ആൾക്കാരുടെ അടുത്ത് നിന്നും നീക്കം ചെയ്തു എന്നാണ് പറയുന്നത്. നോട്ട് ഹോളി ഓഫ് കോഴ്സ്, പൂർണ്ണമായിട്ടും അല്ല, എങ്കിലും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആ പേടി മാറ്റി. ആസ് ഫിയർ ഇസ് ക്ലോസ് കമ്പാനിയൻ ടു ഫാൾസ്ഹുഡ്, സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. പേടി എന്നുള്ളത് ഫാൾസ്ഹുഡുമായിട്ട്, തെറ്റുമായിട്ട് വളരെയധികം റിലേഷൻ ഉള്ളത് കൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞു? സത്യത്തെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. എങ്കിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നമ്മൾ എപ്പോഴും കള്ളത്തരം ചെയ്യുന്നത് എപ്പോഴാണ്? മനസ്സിലൊരു പേടിയുള്ളത് കൊണ്ടാണ്. സോ സത്യമേ ചെയ്യൂ എന്ന് മനസ്സിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ പേടി മാറുമെന്ന് അദ്ദേഹം പറയുന്നു. The Indian people did not much more truthful than they are, nor did they change their essential nature overnight. അപ്പോൾ ഇന്ത്യൻ ജനതയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു? അവർ പെട്ടെന്നൊരു നിമിഷം കൊണ്ടൊന്നും മാറാൻ തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ടൊന്നും അവരിൽ വലിയ പ്രകടമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. Nevertheless, a sea change was visible as the need for falsehood and furtive behavior lessened. It was a psychological change, almost as if some expert in psychoanalytical methods had probed deep into the patient's past, found out the origin of his complexes, exposed them to his view, and thus rid him of that burden. പക്ഷേ അത് അവരിലൊരു സൈക്കോളജിക്കൽ ചേഞ്ച് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഗാന്ധിജി ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ അവരോട് പെരുമാറി. അതായത് ഡീപ്പ് സൈക്കോ അനലറ്റിക്കൽ മെത്തേഡ്സിൽ എക്സ്പേർട്ടായൊരു ആൾ എങ്ങനെയാണോ പേഷ്യൻറ്റിനെ പരിചരിക്കുന്നത്, അതായത് ഒരു മെൻ്റലി പ്രോബ്ലം ഉള്ളൊരു വ്യക്തിയുടെ പാസ്റ്റ് മനസ്സിലാക്കി ഈ പ്രോബ്ലത്തിന് കാരണം എന്താണ് എന്ന് മനസ്സിലാക്കി ആ പ്രോബ്ലം എങ്ങനെ മാറ്റുന്നു,
അതുപോലെയായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ ജനതയിൽ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. There was a psychological reaction also, a feeling of shame at our long submission to an alien rule that had degraded and humiliated us, and a desire to submit no longer, whatever the consequences might be. So, ശരിക്കും ഗാന്ധിജി ഒരു സൈക്കാട്രിസ്റ്റിനെ പോലെയാണ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ പോലെയാണ് ഇന്ത്യൻ ജനതയോട് പെരുമാറിയതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇതിനൊരു സൈക്കോളജിക്കൽ റിയാക്ഷനും കൂടി ഉണ്ടായി ഇന്ത്യൻ ജനതയുടെ ഭാഗത്ത് നിന്ന്. എ ഫീലിംഗ് ഓഫ് ഷെയിം അറ്റ് അവർ ലോങ് സബ്മിഷൻ ടു ആൻ ഏലിയൻ റൂൾ, അതായത് ബ്രിട്ടീഷ് ഭരണത്തിനോടുള്ള ഒരു ഇത്രയും നാളും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ തങ്ങൾ ഹ്യൂമിലിയേറ്റ് ചെയ്ത്, അതായത് തങ്ങളെ നാണം കെടുത്തി തങ്ങളെ ഡീഗ്രേഡ് ചെയ്ത് ജീവിച്ചു എന്നത് അവരുടെ ഉള്ളിൽ ഒരു ഷെയിമായിട്ട് മാറി. ആൻഡ് എ ഡിസൈഡ് ടു സബ്മിറ്റ് നോ ലോങ്ങർ. ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു തുടങ്ങി? ഇനി ഞങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കില്ല എന്ന് ചിന്തിച്ചു തുടങ്ങി. വാട്ട് എവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി, എന്ത് കോൺസിക്വൻസസ് ഉണ്ടായാലും എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ ഇനി എന്ത് ചെയ്യില്ല, ഞങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കില്ല എന്ന് ജനങ്ങൾ വിശ്വസിച്ച് തുടങ്ങി. We did not grow much more truthful perhaps that we had been previously, but Gandhiji was always there as a symbol of uncompromising truth to pull us up and shame us into truth. അപ്പോൾ എപ്പോഴൊക്കെ അവർക്ക് തങ്ങൾ താഴ്ന്നു പോകുന്നു എന്ന് തോന്നുന്നു അപ്പോഴൊക്കെ അവർ ഗാന്ധിജിയെ ഓർക്കുവാനായിട്ട് തുടങ്ങി. ഗാന്ധിജി ഒരു സിമ്പിളായിട്ട് നിലകൊള്ളുവാൻ തുടങ്ങി. എന്തിൻ്റെ സിമ്പിൾ? അൺകോംപ്രമൈസിങ് ട്രൂത്ത്. എന്ത് വന്നാലും വാട്ട് എവർ മേ ബി ദ കോൺസിക്വൻസ്, ഞങ്ങൾ ഒരിക്കലും സത്യത്തെ വിട്ടിട്ട് ബ്രിട്ടീഷ് ജനതയുടെ മുന്നിൽ തഴം താഴ്ന്ന ആൾക്കാരായിട്ട് നിൽക്കില്ല എന്നൊരു രീതിയിലേക്ക് ജനങ്ങളെ മാറ്റിയെടുക്കുന്നതിൽ ഗാന്ധിജിക്ക് ഒരു റോളുണ്ടായി. അതുമാത്രമല്ല, ജനങ്ങൾ അങ്ങനെ മാറുകയും ചെയ്തു. What is truth? I do not know for certain. Perhaps our truths are relative and absolute truth is beyond us. So, എന്താണ് സത്യം? ശരിക്കും സത്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ട്രൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റീവാണ്. അതുമാത്രമല്ല, അബ്സല്യൂട്ട് ട്രൂത്ത്, പരമമായ സത്യം എന്നത് നമ്മൾ ബിയോണ്ട് അസ്, നമ്മൾക്കുമൊക്കെ നമ്മുടെ ചിന്തകൾക്കും അല്ലെങ്കിൽ നമ്മൾക്കും അപ്പുറമാണ് പരമമായ സത്യം എന്ന് പറയുന്നത്. Different persons may and to take different views of truth, and each individual is powerfully influenced by his own background, training and impulses. What is truth? I do not know for certain, and perhaps our truths are relative and absolute truth is beyond us. അപ്പം എന്താണ് സത്യം? ശരിക്കും നെഹ്റു പറയുന്നത് എന്താണ്? അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. കാരണം ട്രൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റീവുമാണ്. അതുമാത്രമല്ല, പരമമായ സത്യം എന്ന് പറയുന്നത് നമ്മൾക്കുമൊക്കെ അപ്പുറമാണ്. ഇറ്റ് ഈസ് ബിയോണ്ട് അസ്. ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. അപ്പോൾ പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും സത്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ സത്യം എന്താണോ എനിക്ക് സത്യം എന്താണോ അതുപോലെ ആയിരിക്കില്ല നിങ്ങൾക്ക്. അപ്പം പലർക്കും പല രീതിയിലായിരിക്കും സത്യം. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. അപ്പോൾ ഞാൻ സത്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ട്രെയിനിങ്ങും എൻ്റെ ചിന്തകളും അനുസരിച്ചിട്ടായിരിക്കും. അതേസമയം മറ്റൊരു വ്യക്തി മനസ്സിലാക്കുന്നത് അയാൾ വളർന്ന ബാക്ക്ഗ്രൗണ്ടും അയാൾ ജീവിക്കുന്ന ബാക്ക്ഗ്രൗണ്ടും അയാളുടെ ട്രെയിനിങ്ങും അയാളുടെ ചിന്തകളും ഒക്കെ വെച്ചിട്ടായിരിക്കും. സോ ആൾസോ ഗാന്ധിജി. അങ്ങനെ തന്നെയാണ് ഗാന്ധിക്കും. ബട്ട് ട്രൂത്ത് ഇസ് അറ്റ്ലീസ്റ്റ് ഫോർ അൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂത്ത്. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ ഐ ഡു നോട്ട് നോ ഓഫ് എനി പേഴ്സൺ ഹു ഹോൾഡ്സ് ട്രൂത്ത് ആസ് ഗാന്ധിജി. അപ്പോൾ ശരിക്കും ട്രൂത്ത് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലും അവർ ഫീൽ ചെയ്യുന്നത് അവരറിയുന്നതുമായ കാര്യങ്ങളാണ് അവർക്ക് സത്യം എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നോക്കുമ്പോൾ നെഹ്റു പറയാണ്, ഐ ഡു നോട്ട് നോ ഓഫ് എനി പേഴ്സൺ ഹു ഹോൾഡ്സ് ടു ട്രൂത്ത് ആസ് ഗാന്ധിജി ഡസ്. ഗാന്ധിജിയെ പോലെ സത്യത്തെ നേരിട്ടറിഞ്ഞ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. That is a dangerous quality in a politician, for he speaks out his mind and even lets the public see its changing faces. That is a dangerous quality in a politician. അപ്പം ഇത് ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടാകേണ്ടുന്നതിനേക്കാളും അപകടകരമായ ക്വാളിറ്റിയാണ്. കാരണം രാഷ്ട്രീയക്കാരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് സത്യം അറിയാമെങ്കിലും അവർ മിക്കവരും അങ്ങനെയാണ്, അവർ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഗാന്ധിജി എന്താണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്? അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നു.
he speaks out his mind. അദ്ദേഹത്തെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് അദ്ദേഹം തുറന്നു പറയുന്നു. ആൻഡ് ഈവൻ ലെറ്റ്സ് ദ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ചിങ് ഫേസസ്. അതുമാത്രമല്ല പബ്ലിക്കിന് അതിൻ്റെ മാറ്റങ്ങൾ പബ്ലിക്കിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നീ ഇങ്ങനെ ഒരു സത്യം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ആ ചേഞ്ചും ജനങ്ങൾക്ക് വിസിബിളാക്കി കൊടുക്കുന്നു. അപ്പം ഇതാണ് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം സത്യം എന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധി വാസ് ട്രൂത്ത്? എന്താണ് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം സത്യം എന്ന് പറയുന്നത്? ശരിക്കും സത്യം എന്ന് പറയുന്നത് എന്താണ്? ഓരോ ആൾക്കാരുടെ ജീവിത രീതി അനുസരിച്ച്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് സത്യം മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം സത്യം എന്ന് പറയുന്നത് എന്തും തുറന്നു പറയുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സത്യം എന്ന് പറയുന്നത്. ആ തുറന്നു പറച്ചിലൂടെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്നു. അതാണ് അദ്ദേഹം ചെയ്തിരുന്നത്. Next paragraph. Gandhi influenced millions of people in India in varying degrees. Some changed the whole texture of their lives. Others were only partly affected or the effect wore off. And yet not quite, for some part of it could not be wholly shaken off. Different people reacted differently and each will give his own answer to this question. അപ്പോൾ ഗാന്ധിജി എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഗാന്ധിജി ഇന്ത്യയിലെ മില്യൺസ് ഓഫ് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ചിലർ അവരുടെ ജീവിത രീതിയെ മാറ്റി, മറ്റു ചിലർ കുറച്ചൊക്കെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് അവരുടെ ജീവിതത്തിൽ പകർത്തി. അപ്പോൾ പല വ്യക്തികളിലും പല രീതിയിലാണ് ഗാന്ധിജി ഇൻഫ്ലുവൻസ് ചെയ്തത്. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെൻ്റ്ലി. പല ആൾക്കാരും പല രീതിയിലാണ് റിയാക്ട് ചെയ്തത്. പക്ഷേ അവർക്ക് എല്ലാവർക്കും സത്യം അല്ലെങ്കിൽ ട്രൂത്ത് എന്നുള്ളതിനെ പറ്റി ചോദിച്ചാൽ അവർക്ക് പറയാനൊരു ആൻസർ ഉണ്ടായിരുന്നു. ഈച്ച് വിൽ ഗിവ് ഹിസ് ഓൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. ദർ വാസ് ഓഫ് കോഴ്സ് ദ ആക്ഷൻ ഇൻവോൾവ് ഇൻ ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. There were also the action which led us to fight against our own social evils. Apart from the fundamental objective of the Congress, the freedom of India and the method of peaceful action, the principal planks of Congress were national unity, which involved the solution of the minority problems and the raising of the depressed classes and the ending of the curse of untouchability. So, his call of action was twofold. So, ഗാന്ധിജിയുടെ ആക്ഷൻ എന്ന് പറയുന്നത് ടൂഫോൾഡ് ആക്ഷൻ ആയിരുന്നു. ദർ വാസ് ഓഫ് കോഴ്സ് ദ ആക്ഷൻ ഇൻവോൾവ് ഇൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫോറിൻ റൂളിനെ ചലഞ്ച് ചെയ്യുകയും റെസിസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ കാര്യം സമൂഹത്തിൽ നിലനിൽക്കുന്ന സോഷ്യൽ ഈവിൾസ്, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ കൂടി അദ്ദേഹം പോരാടിയിരുന്നു. അപ്പോൾ രണ്ട് രീതിയിലാണ് പോരാടിയിരുന്നത്. ഒന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെയും, രണ്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന തിന്മകൾക്കെതിരെയും അദ്ദേഹം പോരാടി. Apart from the fundamental objective of the Congress, the freedom of India and the method of peaceful action, the principal planks of Congress were national unity, which involved the solution of minority problems. അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗാന്ധിജി നാഷണൽ യൂണിറ്റിക്ക് കൂടി, അതായത് ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം, ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒന്നാണ്, ആ ഒരു ഐക്യത്തിന് വേണ്ടി കൂടി അദ്ദേഹം പോരാടിയെന്നാണ് പറയുന്നത്. വിച്ച് ഇൻവോൾവ്സ് എ സൊല്യൂഷൻ ഓഫ് മൈനോറിറ്റി പ്രോബ്ലംസ്, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് സമൂഹത്തിൽ താഴെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ. റേസിംഗ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസ്, അതുപോലെ താഴെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരിക, എല്ലാവരും തുല്യരായി മാറുക. എൻഡിങ് ഓഫ് ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെ എന്ത് ചെയ്യുക, പോരാടുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം എന്ത് കൊടുത്തു എന്നാണ് പറയുന്നത്, ഊന്നൽ കൊടുത്തു എന്നാണ് പറയുന്നത്. റിയലൈസിംഗ് that the main props of British rule were fear, prestige, the cooperation of the people, and certain classes whose vested interest was centered in British rule, Gandhiji attacked these foundations. So, ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണതന്ത്രങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കി. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ ജനങ്ങളുടെ മേലിൽ ഇത്രയും നാൾ ഭരിച്ചുകൊണ്ടിരിക്കാൻ കാരണമായ ചില കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് പേടി. ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞിരുന്നു, ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ പേടി എന്നൊരു കാര്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തു. ഗവൺമെൻറ്റിനോട് പേടി, ആർമിയോട് പേടി, ഫോഴ്സിനോട് പേടി, അങ്ങനെ ബ്രിട്ടീഷുകാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും താഴെ തട്ടിലുള്ള ജനങ്ങളുടെ ഉള്ളിൽ ഒരു പേടി അവർ കൊണ്ടുവന്നിരുന്നു. ദെൻ പ്രസ്റ്റീജ്, ഒരു അഭിമാനബോധം.
ചില ആൾക്കാർക്ക്, അതായത് കുറച്ച് ഉയർന്നു നിൽക്കുന്നു എന്ന് തോന്നുന്ന ആൾക്കാരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ശരിക്കും സമ്മാനങ്ങൾ കൊടുത്തുമൊക്കെ കയ്യിലാക്കി ബ്രിട്ടീഷുകാർ വെച്ചു. പിന്നീട് ചില അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് ചില ആൾക്കാർ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നു. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്ന് ആര് മനസ്സിലാക്കി? ഗാന്ധിജി മനസ്സിലാക്കി. Titles were to given up, and though the title holders responded to this only in small measure, the popular respect for these British given titles disappeared. And അക്കാലത്ത് ടൈറ്റിൽസ് കൊടുക്കുന്നൊരു പതിവ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നു. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? തങ്ങളുടെ കൂടെ ഇന്ത്യക്കാരെ, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരെ തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു തന്ത്രമായിരുന്നു അത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സർ പദവി. അതൊരു ടൈറ്റിലാണ്. ശരിക്കും ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. രവീന്ദ്രനാഥ് ടാഗോറിന് സർ പദവി കൊടുത്തിരുന്നു. അദ്ദേഹം ജാലിയൻ വാലാബാഗിനോടനുബന്ധിച്ച് ആ ഒരു ഇൻസിഡൻറ്റിനോടനുബന്ധിച്ച് അദ്ദേഹം ആ സർ പദവി വേണ്ടെന്ന് വെച്ചിരുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സർ അത് ഇപ്പം ഗാന്ധിജി ആയാലും സരോജിനി നായിഡു ആയാലും അവർക്കുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള പദവികൾ. അപ്പം ഇവരൊക്കെ അത് ബഹിഷ്കരിച്ചു. അപ്പം ഗാന്ധിജി എന്തു പറഞ്ഞു? ശരിക്കും ഇങ്ങനത്തെ പദവികൾ ബഹിഷ്കരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വളരെ കുറച്ച് ആൾക്കാർ അതിന് അനുകൂലമായിട്ട് അവരെന്ത് ചെയ്തു? പദവികൾ ബഹിഷ്കരിച്ചു. ഇത് ശരിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വലിയൊരു തിരിച്ചടിയായി മാറി. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ പദവി കൊടുക്കുന്നത് ആ ഒരു ഇതിനോട് ആൾക്കാർ എതിരായിട്ട് പെരുമാറി തുടങ്ങി. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് were set up and the pomp and splendor of the viceregal government and the princess suddenly appeared supremely ridiculous. അങ്ങനെ വൈസ്രോയുടെ കോർട്ടിലെ ഇങ്ങനെയുള്ള പദവികളും ഇങ്ങനെയുള്ള ചില ആചാരങ്ങളും ഒക്കെ പെട്ടെന്ന് അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടു തുടങ്ങി. Rich men were not so anxious to flaunt their riches, outwardly at least. Many of them adopted simpler ways and in their dress became almost indistinguishable from humbler folk. അപ്പം റിച്ച് ആൾക്കാർ, കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവരുടേതായ രീതിയിൽ അവർ പണം ദൂർത്തടിച്ചുകൊണ്ടേയിരുന്നു. പാവപ്പെട്ട ആൾക്കാർ സഫർ ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഗാന്ധിജി ശരിക്കും എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. അതോടുകൂടിയാണ് ഒരുപാട് ആൾക്കാർ വളരെ ഹമ്പിളായിട്ടുള്ള ജീവിതം നയിച്ച് തുടങ്ങിയത്. Many of them adopted simpler ways and in their dress became almost indistinguishable from humbler folk. അപ്പോൾ പണക്കാരൻ ആരാണ്, പാവപ്പെട്ടവൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പണക്കാർ കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ ആഡംബരങ്ങൾ കുറച്ചിട്ട് പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുവാനായിട്ട് തുടങ്ങി. He sent us to the villages and the countryside hummed with the activity of innumerable messengers of the new gospel of actions. സോ അദ്ദേഹം ഞങ്ങളെ എന്ത് ചെയ്തു എന്ന് പറയുന്നു? നെഹ്റു അടക്കമുള്ള മറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സിനെ അദ്ദേഹം കൺട്രി സൈഡിലേക്ക്, വില്ലേജിലേക്ക് പറഞ്ഞു വിട്ടു. അതുവഴി അദ്ദേഹത്തിൻ്റെ മെസ്സേജസ് വില്ലേജിലും എത്താൻ തുടങ്ങി. Peasant was shaken up and he began to emerge from his shell. The effect on us was different but equally far-reaching, for we saw for the first time, as it were, the villager in the intimacy of his mud hut and with the stark shadow of hunger always pursuing him. We learned our Indian economics more from these visits than from books and learned discourses. അപ്പം അദ്ദേഹം എന്തു പറയുന്നു? വില്ലേജുകൾ വിസിറ്റ് ചെയ്തപ്പോഴാണ് നെഹ്റുവിനൊരു കാര്യം മനസ്സിലായത്. ഇന്ത്യൻ എക്കണോമിക്സ് എന്നുള്ളത് ബുക്കിൽ നിന്നല്ലാതെ അദ്ദേഹം നേരിട്ട് കണ്ട് പഠിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യൻ വില്ലേജസിൽ നിന്ന് ആൾക്കാരുടെ ആ രീതി, അല്ലെങ്കിൽ അവരുടെ കുടിലുകളിൽ നിന്നുകൊണ്ട് ഉള്ള ആ വില്ലേജസിൻ്റെ ഇൻറ്റിമസി, അവരുടെ നാളത്തേക്കുള്ള മാറ്റിവെപ്പുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും വില്ലേജിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ് പറയുന്നത്. ഇന്ത്യൻ എക്കണോമിക്സിനെ പറ്റി ബുക്കിൽ നിന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും വളരെ എളുപ്പം ഈ ജനങ്ങളുടെ ജീവിത രീതിയിൽ നിന്ന് മനസ്സിലാക്കിയെന്നാണ് നെഹ്റു പറയുന്നത്. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ ശരിക്കും വില്ലേജസിലെ ജനങ്ങൾ തന്നെയാണ് അത് ഫോളോ ചെയ്തത്. The emotional experience we had already undergone was emphasized and confirmed, and henceforward there could be no going back for us to our old life or to our old standards. So ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ പഴയ ജീവിത രീതി മറന്നുകൊണ്ട് ഗാന്ധിജിയുടെ ഐഡിയൽസ് പിന്തുടർന്ന് ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്കും അതൊരു പ്രേരക ശക്തിയായി എന്ന് നെഹ്റു പറയുന്നു. What was the idea of India?
which he was setting out to mold according to his own wishes and ideals. എന്താണ് ഇന്ത്യയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഐഡിയ? അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയെ അദ്ദേഹത്തിൻ്റെ വിഷസിനനുസരിച്ച് മോൾഡ് ചെയ്തെടുക്കുവാനായിട്ട്, അദ്ദേഹത്തിൻ്റെ ഐഡിയൽസിനനുസരിച്ച് മോൾഡ് ചെയ്തെടുക്കുവാനായിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത്? സോ ഗാന്ധിജിയുടെ ഇന്ത്യ എന്നുള്ള ഡ്രീമാണ് ഈ പാരഗ്രാഫ്സിലൂടെ പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. I shall work for an India in which the poorest shall feel that it is their country, in whose making they have an effective voice, an India in which there shall be no high class, no low class of people, an India in which all communities shall live in perfect harmony. സോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ഇന്ത്യയെ പൂറസ്റ്റ് കൺട്രി എന്നുള്ളതിൽ നിന്ന് മാറ്റി ഇന്ത്യയെ ഒരു ഇഫക്റ്റീവ് കൺട്രിയാക്കി മാറ്റാനായിട്ട്. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഹൈ ക്ലാസ്സെന്നോ ലോ ക്ലാസ്സെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പെർഫെക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. There can be no room in such an India. അങ്ങനത്തെ ഒരു ഇന്ത്യയിൽ എന്തിന് റൂമില്ല? അൺടച്ചബിലിറ്റി, അയിത്തത്തിന്, ഓർ ദ കേഴ്സ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, മദ്യത്തിനോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ ഇന്ത്യയിൽ സ്ഥാനമില്ല. വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. സ്ത്രീക്കും പുരുഷനും ഒരേ റൈറ്റ് ആയിരിക്കും. ദിസ് ഇസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഇതാണ് എൻ്റെ സ്വപ്നങ്ങളിലെ ഇന്ത്യ. അപ്പം എന്താണ് ഗാന്ധിജി കണ്ട ഇന്ത്യ? അല്ലെങ്കിൽ അതൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ. വാട്ട് വാസ് ദ ഇന്ത്യ ഓഫ് ഗാന്ധിജീസ് ഡ്രീം? എന്താണത്? ഇന്ത്യ എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ ജീവിക്കാൻ പറ്റുന്ന, പെർഫെക്റ്റ് ഹാർമണിയിൽ ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാക്കി താൻ ഇന്ത്യയെ മാറ്റും. അതുപോലെ തന്നെ ഡ്രഗ്സിനും ഡ്രിങ്ക്സിനും അൺടച്ചബിലിറ്റിക്കും ഇന്ത്യയിൽ ഒരു സ്ഥാനവുമില്ലാതെയാക്കി മാറ്റും. സ്ത്രീക്കും പുരുഷനും ഒരേ റൈറ്റുള്ള ഒരു ഇന്ത്യയാക്കി താൻ ഇന്ത്യയെ സൃഷ്ടിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡ്രീംസിനെ പറ്റി പറയുന്നത്. പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ് ആസ് ഹി വാസ്, ഹി ട്രൈ ടു ഗീവ് to Hinduism a kind of universal attire and included all the religions within the fold of truth. He refused to narrow his cultural inheritance. Indian culture, he wrote, is neither Hindu, Islamic or any other holy. It is a fusion of all. പിന്നീട് മതങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഹിന്ദു ഇൻഹെറിറ്റൻസിൽ അദ്ദേഹം വളരെ പ്രൗഡാണ്. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ റിലിജ്യനും ഒന്നാണ്. ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു എന്നോ ഇസ്ലാം എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതമെന്നോ ഇല്ല, എല്ലാവരും ഒരുപോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫ്യൂഷനാണ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ. എഗെയിൻ ഹി സെഡ്, ഐ വോണ്ട് ദ കൾച്ചർ ഓഫ് ഓൾ ലാൻഡ്സ് ടു ബി ബ്ലോൺ അബൌട്ട് മൈ ഹൗസ് ആസ് ഫ്രീലി ആസ് പോസിബിൾ, ബട്ട് ഐ റെഫ്യൂസ് ടു ബി ബ്ലോൺ ഔട്ട് ഓഫ് മൈ ഫീറ്റ് ബൈ എനി. ഐ റെഫ്യൂസ് ടു ലിവ് ഇൻ other people's house as an interloper, a beggar or a slave. Influenced by modern through the currents, he never let go of his roots and clung to them tenaciously. അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് ശരിക്കും എല്ലാ കൾച്ചറും അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ ഇഷ്ടമാണ്. എല്ലാ കൾച്ചറിലെയും നല്ല വശങ്ങൾ അദ്ദേഹത്തിന് എടുക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഒരു കൾച്ചറും തന്നെ ഒരു അടിമയാക്കി മാറ്റുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ല. ഐ റെഫ്യൂസ് ടു ലിവ് ഇൻ other people's houses as an interloper. Interloper means നമ്മൾ പറയാറില്ലേ വലിഞ്ഞു കയറി വന്നു എന്ന് ഒരു മീനിങ് പറയാറില്ലേ, അതാണ് ഇൻ്റർലോപ്പർ എന്ന് വെച്ചാൽ. മറ്റൊരാളുടെ ഇഷ്ടമില്ലാണ്ട് നമ്മളവിടെ സ്റ്റേ ചെയ്യുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഒരു ബെഗർ അല്ലെങ്കിൽ സ്ലീവ്, അങ്ങനെ എനിക്ക് താമസിക്കാൻ താല്പര്യമില്ല. അതായത് മറ്റൊരു കൾച്ചറിനെ ആ കൾച്ചറിൽ തന്നെ അങ്ങ് ഉറച്ചു നിന്ന് ആ കൾച്ചറിൻ്റെ ഒരു സ്ലേവായിട്ട് മാറാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെ കൾച്ചർ തന്നെയാണ് ഇഷ്ടം. ഇൻഫ്ലുവൻസ്ഡ് ബൈ മോഡേൺ ത്രൂ തോട്ട് currents, he never let go of his roots and clung to them tenaciously. So മോഡേൺ കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്ത് അതിന് ഉറക്കെ പോയി സമയം പാഴാക്കാനും അദ്ദേഹത്തിന് താല്പര്യമില്ല. ഇന്ത്യൻ കൾച്ചർ തന്നെയാണ് അദ്ദേഹത്തിന് താല്പര്യം. It is not surprising that this astonishingly vital man, full of self-confidence and unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. അപ്പോൾ ശരിക്കും അസാധാരണ ശക്തിയുള്ളൊരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ തൻ്റെ ആത്മവിശ്വാസവും അതുപോലെ തൻ്റെ മനക്കരുത്തും കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ ശരിക്കും ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഒരു കാന്തം പോലെ ചേർത്ത് നിർത്തിയത് എന്നുള്ളത് ശരിക്കും ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. He seemed to them to link up the past with the future and to make the dismal present appear just as the stepping stone to that future of life and hope. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? പാസ്റ്റിനെയും പാസ്റ്റിനെ
എന്താണ് ലിങ്ക് അപ്പ് വിത്ത് ഫ്യൂച്ചറുമായിട്ട് ലിങ്ക് ചെയ്തു. ആൻഡ് ടു മേക്ക് ദ ഡിസ്മൽ പ്രസൻറ്റ് അപ്പിയർ ജസ്റ്റ് എസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദാറ്റ് ഫ്യൂച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഹോപ്പ്. എന്നിട്ട് അദ്ദേഹം എന്താക്കിയെന്നാണ് പറയുന്നത്? പ്രസൻറ്റിനെ, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിനെ ഭാവിയിൽ ആൾക്കാർക്ക് പ്രതീക്ഷയും അതുപോലെ എനർജിയും കൊടുക്കുന്നൊരു കാലമാക്കി മാറ്റുകയും ചെയ്തു. അതായത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നാളെ നമുക്ക് സന്തോഷിക്കാനുള്ള അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. അതിനുവേണ്ടി പ്രവർത്തിച്ചു. Thus he effected a vast psychological revolution not only among those who followed his lead but also among his opponents and those many neutrals who could not make up their minds what to think, what to do. So he effected a vast psychological revolution. എല്ലാവരുടെ ഉള്ളിലൊരു എന്താണ് സൈക്കോളജിക്കലായിട്ടൊരു ഇഫക്റ്റ് അദ്ദേഹം ഉണ്ടാക്കി. അതിനോടൊപ്പം തന്നെ ദോസ് ഹു ഫോളോഡ് ഹിസ് ലീഡ് ബട്ട് ഓൾസോ എമംഗ് ഹിസ് ഒപ്പോണൻസ്. അദ്ദേഹം ആരുടെ ഉള്ളിൽ മാത്രമല്ല, അതായത് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരുടെ ഉള്ളിൽ മാത്രമല്ല ഈ ഒരു സൈക്കോളജിക്കൽ റെവല്യൂഷൻ ഉണ്ടാക്കിയത്. അദ്ദേഹത്തെ എതിർക്കുന്ന ഒപ്പണൻസ് മീൻസ് അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ ഉള്ളിൽ പോലും അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ റെവല്യൂഷൻ അദ്ദേഹം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ആൻഡ് ദോസ് മെനി ന്യൂട്രൽസ് ഹു കുഡ് നോട്ട് മേക്കപ്പ് ദെയർ മൈൻഡ്സ് വാട്ട് ടു തിങ്ക്, വാട്ട് ടു ഡു. പിന്നെ ആരുടെ മനസ്സിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ഇത് ചെയ്യുന്നതൊക്കെ ശരിയാണോ അങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും അദ്ദേഹം ഒരു സ്വാധീനം ചെലുത്തിയെന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെ ഉള്ളിൽ, എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഗാന്ധിജി എന്നുള്ള ആ ഒരു വ്യക്തി ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എക്സ്ട്രാക്റ്റ്. ശരിക്കും ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു എക്സ്ട്രാക്റ്റാണ്. ഞാൻ ഒന്നുകൂടി ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം, കാരണം നിങ്ങൾക്കിത് കുറച്ച് വാസ്റ്റാണ്, അതുപോലെ എസ്സേ ആയതുകൊണ്ട് കുറച്ച് ഡ്രൈയും ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം, നിങ്ങൾ പഠിച്ച ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് തന്നെ നെഹ്റു പറയുന്നത് എന്താണ്? വേൾഡ് വാർ എൻഡ് ചെയ്തപ്പോൾ ഇന്ത്യയിലുണ്ടായ മാറ്റത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആ സമയത്ത് ഗാന്ധിജി വന്നിട്ടില്ലായിരുന്നു. ഗാന്ധിജി വരുന്നതിന് തൊട്ട് മുൻപ് ഇന്ത്യയിൽ നടന്നിരുന്ന കാര്യങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ പേടിയാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ പേടിച്ച് ജീവിച്ചിരുന്ന കാലം. അത് കഴിഞ്ഞ് ഗാന്ധിജി വരുന്നു. ഗാന്ധിജി വന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം, ഒന്നിനെയും പേടിക്കാതെ, പേടി എന്നൊരു വികാരമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ ജനതയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. ഒന്നിനെയും പേടിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ വിജയിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ജനങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് എങ്ങനെയാണോ ഒരാളുടെ പാസ്റ്റ് മനസ്സിലാക്കി അയാളെ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ ഓരോ ജനങ്ങളുടെയും ഉള്ളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവന്നു എന്ന് പറയുന്നു. പിന്നീട് പറയുന്നത്, അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഒരിക്കലും നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾ ചൂഷണം ചെയ്യാനായിട്ട് നിങ്ങൾ നിന്നു കൊടുക്കരുത്. കാരണം ചൂഷണം ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചൂഷണം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ പൊളിറ്റിക്സിന് പുതിയൊരു രീതി കൈവരിക്കുകയായിരുന്നു ഗാന്ധിജിയുടെ വരവോടുകൂടി. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞത് അഭയ അല്ലെങ്കിൽ ഫിയർലെസ്നെസ് എന്നൊരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ച് നിർത്തണമെന്ന് പറഞ്ഞു. പിന്നീട് ഒന്നിനെയും പേടിക്കരുത് എന്നുള്ളൊരു സന്ദേശം കൂടി അദ്ദേഹം പ്രൊവൈഡ് ചെയ്തു. അത് കഴിഞ്ഞ് ജനങ്ങളുടെ ഉള്ളിലേക്ക് അദ്ദേഹം സത്യം പിന്തുടരേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞു. ശരിക്കും മനസ്സിൽ പേടിയുള്ളത് കൊണ്ടാണ് നമ്മൾ കള്ളം ചെയ്യുന്നത്. റിയാലിറ്റി മനസ്സിലാക്കുക, സത്യം പിന്തുടരുക, അപ്പോൾ കാര്യങ്ങൾ എളുപ്പം ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം ചെലുത്താനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് 2 രീതിയിലുള്ള ആക്ഷനായിരുന്നു. ഒന്ന്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. 2, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും തുല്യരാക്കുക. അത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ന്യൂനപക്ഷമായാലും ശരി, അതല്ല എന്തായാലും, അതായത് താഴെ തട്ടിൽ നിൽക്കുന്നവരായാലും മുകളിൽ തട്ടിൽ നിൽക്കുന്നവരായാലും എല്ലാവരെയും തുല്യരാക്കുക എന്നൊരു, മൈനോറിറ്റി ആയാലും മെജോറിറ്റി ആയാലും അവരെയൊന്ന് തുല്യരാക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുവന്നു. അതിനുശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള തന്ത്രങ്ങൾ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പേടി, പ്രസ്റ്റീജ്, കോർപ്പറേഷൻ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരണതന്ത്രമായിട്ട് എടുക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ടൈറ്റിൽസ് നിരോധിക്കാൻ അല്ലെങ്കിൽ ടൈറ്റിൽസ് ബഹിഷ്കരിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കുറച്ച് പേരൊക്കെ ബഹിഷ്കരിച്ചു. അത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് വില്ലേജിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തു.
നെഹ്റു അടക്കമുള്ള ലീഡേഴ്സ് വില്ലേജിലേക്ക് ചെന്ന് വില്ലേജിലെ ആൾക്കാരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. ശരിക്കും ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഗാന്ധിജിയുടെ തത്വങ്ങൾ പിന്തുടരുന്നത് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം പറയുന്നത് എന്താണ്, ഇന്ത്യൻ എക്കണോമിക്സിനെ പറ്റിയിട്ട് ബുക്സിൽ പഠിക്കാത്ത പല കാര്യങ്ങളും അദ്ദേഹം ഗ്രാമത്തിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഗാന്ധിജിയുടെ സ്വപ്നം എന്താണെന്ന് ഗാന്ധിജി പറയുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റുവാനാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നമെന്ന് പറയുന്നു. ഹൈ ക്ലാസ്സും ലോ ക്ലാസ്സും ഇല്ലാതെ എല്ലാവരും തുല്യരായിട്ട് ജീവിക്കുന്ന പെർഫെക്റ്റ് ഹാർമണിയിൽ ജീവിക്കുന്ന ഒരു രാജ്യം. ഇവിടെ അൺടച്ചബിലിറ്റി ഇല്ലാതെ ഒരു ഡ്രിങ്ക്സും ഒരു ഡ്രഗ്സിൻ്റെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു. സ്ത്രീയും പുരുഷനും ഒരേപോലെ കാര്യങ്ങൾ ഒരേപോലെ അതായത് ഈക്വലായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റണമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. പിന്നീട് അദ്ദേഹം പറഞ്ഞു എല്ലാ കൾച്ചറും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ കൾച്ചറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്ന് പറയുന്നു. ഇന്ത്യയിൽ ഹിന്ദുയിസവും ഇസ്ലാമിക് ആയിട്ടുള്ള ഫിലോസഫിയും ഹിന്ദു ഫിലോസഫി ആയാലും എല്ലാം തുല്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം ഇത്രയുമാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി നമുക്ക് നോട്ട്സിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.